തുല്യ ദുഃഖിതരായ രണ്ട് ടീമുകളുടെ മാച്ച്. ദുരിതം എന്നൊക്കെ പറഞ്ഞ അതികഠിന ദുരിതം. രാജസ്ഥാൻ റോയൽസിന് എന്തുകൊണ്ട് ദുഃഖിതർ എന്ന് പറയുന്നത് വെച്ചാൽ ലാസ്റ്റ് രണ്ട് മാച്ച് കളിച്ച അവരുടെ സ്റ്റൈലുണ്ട്. ടോപ്പ് ഓർഡർ തകർന്നാൽ ടീം തന്നെ തകർന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് ബാറ്റിങ്ങിൽ. ബോളിംഗ് ഏറെക്കുറെ ഡീസന്റ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അറം പറ്റിയ പോലെ തന്നെ ടോപ്പ് ഓർഡർ തകർന്നു. മിഡിൽ ഓവേഴ്സിൽ വന്ന റയൻ പരാഗും തകർന്നു. പിന്നെ ആകെ കളിച്ചത് നമ്മുടെ ജഡ്ഡുബായ് ആണ്. പിന്നെ വാലറ്റത്തിന്റെ കുറച്ച് കോൺട്രിബ്യൂഷനും ചേർത്ത് 159 റൺസ് അവർ കൂട്ടിച്ചേർത്തു. LSGക്ക് വേണ്ടി ബോളിംഗിൽ തിളങ്ങിയത് ഷമിബായ്, പിന്നെ പ്രിൻസ് യാദവ്. ഞാൻ കുറെ വീഡിയോയിൽ എടുത്തു പറയണമെന്ന് വിചാരിച്ചാണ്. LSG ഒരു സ്ട്രഗ്ലിംഗ് ടീം ആണെങ്കിൽ കൂടി പ്രിൻസ് യാദവിന്റെ ബോളിംഗ് അറ്റാക്ക് കമാൻഡബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നല്ല അഗ്രസീവ് ആയ ഒരു ബോളറാണ്. പ്രഷർ സിറ്റുവേഷനിൽ റൺ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടൻ പറഞ്ഞ പോലെ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമല്ലോ, ബാക്കിയുള്ള എല്ലാ കോന്തന്മാരും വിചാരിക്കണ്ടേ. റേസിംഗ് സ്റ്റാർട്ട് ചെയ്ത LSGക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അവരുടെ തുടർ തോൽവിൽ നിന്നുള്ളൊരു മോചനം ഈ മാച്ച് ജയിച്ചാൽ അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ടോപ്പ് ഓർഡർ ടോട്ടലി തകർന്നു. ആകപ്പാടെ കളിച്ചത് മിച്ചൽ മാർഷ്. അതുകൊണ്ട് 119 റൺസ് എന്നുള്ള നിലയിൽ അവർ ഓൾ ഔട്ടായി തോറ്റു. ഇല്ലെങ്കിൽ 2 ഡിജിറ്റിൽ തോക്കണ്ടായിരുന്നു. ആകെ 2-3 പേര് മാത്രമാണ് 2 അക്കം കടന്നത്. ബാക്കിയുള്ള എല്ലാവരും ഫെയിലിയർ. നേരത്തെ പറഞ്ഞല്ലോ, രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് അറ്റാക്ക് വളരെ വളരെ നൈസാണ്. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അതുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട ഒരു വിജയം കിട്ടി.